വർഗീയവാദിയാണ്, BJP-കാരനാണ്, ഒരു കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പോൾ ആദ്യം ഞാനതൊരു ലേഖനമായിട്ട് എഴുതണമെന്ന് വിചാരിച്ചെങ്കിൽ തന്നെ പിന്നെ എനിക്ക് തോന്നി അത് കുറച്ചും കൂടെ ഫലപ്രദമാവുക ഒരു തുറന്ന കത്ത്. ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആൾക്കാർ ഇന്ന് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എഴുത്തുകാരനും കോളമിസ്റ്റും സാമൂഹ്യ നിരൂപകനുമായ ഷാജഹാൻ മാടമ്പട്ട് ഗൾഫ് ചന്ദ്രികയോട് സംവദിക്കുന്നു. സമകാലിക ഇന്ത്യൻ സാമൂഹികാവസ്ഥയെക്കുറിച്ചും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഇന്ത്യയെ സംരക്ഷിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷം ഏതാണെന്നും അദ്ദേഹം പ്രതിപാദിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം എഴുതിയ തുറന്ന കത്ത് ദേശീയ മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. ജൂൺ 4 അയാൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഈ നാട്ടിൽ പോകുമ്പോൾ ജയിലിലിടുമെന്നുള്ളൊരു പേടി. നിലപാടുകൾ എടുക്കാൻ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമോ എന്ന മൗലികമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ആവശ്യം. ഇന്ത്യൻ ജയിലുകളിൽ 80% വിചാരണ തടവുകാരാണ്. മുസ്ലിങ്ങളോട് നന്നായിട്ട് നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ്, ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. CH വിദ്യാഭ്യാസ മന്ത്രിയായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബം അധ്യാപകരുടെ ഒരു കുടുംബമാകുന്നത്, ഒരു മധ്യവർഗ കുടുംബമാകുന്നത്. അവർക്ക് എന്നെപ്പോലെ ഒരു മകനെ പഠിപ്പിക്കാൻ കഴിയും. ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിനർത്ഥം CPM ഇല്ലെങ്കിൽ എന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. പിണറായി കാലത്ത് നമ്മൾ CPM കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല, അത് ഭരണപക്ഷമാണ്. അത്രയേ ഉള്ളൂ.